നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ മാസ് എൻട്രി എന്നും പറഞ്ഞ ഒരു വീഡിയോ കാണുകയും അത് ഷെയർ ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കൈയടിക്കുകയും ചെയ്തവരാണ് നമ്മൾ പല മലയാളികളും. എന്നാൽ ഇതുവരെ ഒരു ചാനലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവിട്ടിട്ടില്ല. ആ വീഡിയോന്റെ പിന്നിലുള്ള സത്യാവസ്ഥ കൂടി നിങ്ങൾ അറിയണം. 2-3 പോലീസുകാർ വന്നിട്ട് സജീവനോട് ചോദിച്ച് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. സജീവനും പറഞ്ഞത് എന്റെ സ്ഥലമാണ്, എന്റെ നാടും, അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് പിടിച്ചു തള്ളിയപ്പോൾ സജീവൻ തിരിഞ്ഞ് നോക്കി എന്തിനാ തള്ളിയെന്നുള്ള രീതിയിൽ തിരിഞ്ഞു നിന്ന്. അന്നേരം അത് ആ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല പോലീസുകാരന്. അന്നേരം പിടിച്ച് തള്ളിയിട്ട് ഉടുപ്പെ പിടിച്ച് വലിച്ചിട്ട് ഒരു കാരണമില്ലായിരുന്നു, അടിക്കുമായിരുന്നു. ആദ്യത്തെ അടി അടിച്ചപ്പോൾ പുള്ളിക്കാരി രണ്ടാമത്തെ അടിക്കുമ്പോൾ ഇതിന് തടസ്സം പിടിച്ചപ്പോഴത്തേക്ക് ഇപ്പുറത്ത് നിന്ന് ആ പോലീസുകാരും അടിയാൻ തുടങ്ങുമല്ലോ. ഒരു കാര്യമില്ലായിരുന്നു, അടിച്ച് തറയിൽ വീണ ആളങ്ങ്. അതിനുശേഷമാണ് പുള്ളി അങ്ങ് വയലന്റ് ആവുന്നത്. സജീവൻ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ലല്ലോ. ഇതിപ്പം ഇവരുടെ ഈ അമ്പലത്തിന് ഈ വാഹനത്തിനകത്ത് പട്ടിയെ കൊണ്ടിട്ടു എന്ന് പറഞ്ഞൊരു വിഷയമാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ഈ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണിയാണ് ഒരു ഫാമിലി വിഷയം അവർക്കിടയിലുണ്ട്. സഹോദരങ്ങൾ തമ്മിലുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഈ പോലീസ് വരെ എത്തിയത്. ഇനി പോലീസുകാരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ ആ മനുഷ്യനെ സ്വന്തം നാട്ടുകാരുടെ മുമ്പിലിട്ട് ഗ്രൗണ്ടിലിട്ട് പട്ടി തല്ലും പോലെ തല്ലിയൊരു വീഡിയോ ഉണ്ട്. ഈ ജീപ്പ് പിടിക്കുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ. അതെന്താ സാറേ മുക്കിയോ? അതെടുത്ത് പുറത്തുവിട് സാറേ. കാശുള്ളവന് മാത്രം കുനിഞ്ഞു കൊടുക്കുന്ന ഭരണകൂടം. സത്യം മറ നീക്കി പുറത്ത് തന്നെ വരും. അപ്പോ നാളെ വരാം.